9 മാസം സുനിത വില്യംസ് എങ്ങനെ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞു? എന്ത് ആഹാരമായിരുന്നു കഴിച്ചിരുന്നത്? ഭൂമിയിലുള്ളവരോട് സംസാരിക്കുവാൻ സാധിച്ചിരുന്നു? നിലയുറയ്ക്കാത്ത ബഹിരാകാശത്തിൽ സുനിത എങ്ങനെ ഉറങ്ങി? ന്യൂസിലേക്ക് സ്വാഗതം. സുനിത വില്യംസും സഹയാത്രികരും സുരക്ഷിതരായി ഭൂമിയിലെത്തി. ഇച്ഛാശക്തിയും അതിജീവന ശേഷിയും കാവൽ ചിറകുകളാക്കി ലോകത്തിന്റെ പ്രാർത്ഥനകൾക്കിടയിലൂടെയുള്ള ഈ മടക്കയാത്ര ഇനി ചരിത്രമാണ്. ബഹിരാകാശത്തെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതിയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം. 2 വിഭാഗങ്ങളിലായി നിലയത്തെ വിഭജിച്ചിരിക്കുന്നു. റഷ്യയുടെ ഭാഗവും യുഎസിന്റെയും മറ്റു രാജ്യങ്ങളുടെ ഭാഗവും. 7 പേരാണ് ഈ നിലയത്തിൽ സാധാരണ താമസിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പമുണ്ട്. 7 മുറികൾ, 2 ശുചിമുറികൾ, ജിംനേഷ്യം ഉൾപ്പെടെ സൗകര്യങ്ങൾ സജ്ജമാണ്. ബഹിരാകാശത്തിന്റെ 360 ഡിഗ്രി കാഴ്ച നൽകുന്ന കപ്പോള എന്ന ഭീമൻ കണ്ണാടി ജാലകം, 73 മീറ്റർ നീളമുള്ള സൗരോർജ പാനലുകൾ നിലയത്തിനു വേണ്ടി ഊർജം ഉത്പാദിപ്പിക്കുന്നു. ഗാലി എന്ന സ്ഥലത്താണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. മാംസവും മുട്ടയും ഒക്കെ ഭൂമിയിൽ പാകം ചെയ്താണ് നിലയത്തിൽ എത്തിക്കുന്നത്. പിന്നീട് ചൂടാക്കി ഉപയോഗിക്കും. 3 മാസം കൂടുമ്പോഴാണ് നിലയത്തിൽ ഭക്ഷണം എത്തിക്കുക. ഓരോ യാത്രികരുടെയും രുചിക്കും താല്പര്യത്തിനും പോഷക ആവശ്യത്തിനും അനുസൃതമായ ഭക്ഷണമാണ് നൽകുന്നത്. ദിവസവും 12 കിലോ ഭക്ഷണം ഓരോരുത്തരും കഴിക്കും. 3 തവണ പ്രധാന ഭക്ഷണം, അല്ലാത്തപ്പോൾ ലഘുഭക്ഷണം. യാത്രികർക്ക് ഭൂമിയിലെ മനുഷ്യരെക്കാൾ കൂടുതൽ ഊർജം ആവശ്യമായുണ്ട്. സീറോ ഗ്രാവിറ്റി ടോയ്ലറ്റ് എന്ന ശുചിമുറിയാണ് നിലയത്തിലുള്ളത്. വായു ശക്തമായ സമ്മർദ്ദത്തിൽ കടത്തിവിട്ടാണ് വിസർജ്യം തള്ളുന്നത്. ഇവ പ്രത്യേകം ബാഗുകളിലോ സംഭരണികളിലോ സൂക്ഷിക്കും. പിന്നീട് ഭൂമിയിൽ എത്തിക്കും. ഗുരുത്വബലമില്ലാത്തതിനാൽ ഭിത്തിയിൽ പിടിച്ച് നീങ്ങിയോ അതല്ലെങ്കിൽ ഒഴുകിയോ ആണ് നിലയത്തിൽ സാധാരണ സഞ്ചരിക്കുന്നത്. ഇവിടെ അനേകം ഗവേഷണങ്ങൾ നടത്താൻ സൗകര്യമുണ്ട്. കൃഷി മുതൽ മനുഷ്യ ശരീരം വരെ ഗവേഷണ വിഷയമാണ്. നിലയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതും യാത്രികർ തന്നെയാണ്. ഇവിടെ വിനോദങ്ങൾ പൊതുവെ കുറവാണെങ്കിലും തയ്യൽ, കൃഷി, സംഗീതം തുടങ്ങിയ ഹോബികൾ ചെയ്യാൻ അവസരം ഉണ്ട്. വീഡിയോ കോൺഫറൻസ്, ഇമെയിൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെ കുടുംബവുമായും കൂട്ടുകാരുമായും ബന്ധപ്പെടുവാൻ സാധിക്കും. ബഹിരാകാശ നിലയത്തിൽ കൃഷി ചെയ്ത തക്കാളി, ലെറ്റ്യൂസ്, പച്ചമുളക് തുടങ്ങിയവയും അവിടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ടെലഫോൺ ബൂത്തിന്റെ വലിപ്പത്തിലുള്ള അറകളിലാണ് യാത്രികർ ഉറങ്ങുന്നത്. ഭിത്തിയിൽ ചാരി നിന്നാണ് ഉറങ്ങുക. ശബ്ദവും പ്രകാശവും ഒഴിവാക്കാൻ ഇയർ പ്ലഗുകളും സ്ലീപ്പ് മാസ്കുകളും ഉറക്ക സമയത്ത് ഉപയോഗിക്കുന്നു. 8.5 മണിക്കൂർ ഉറങ്ങണം എന്നതാണ് അവിടുത്തെ നിയമം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന യാത്രിക എന്ന റെക്കോർഡ് 9ാം സ്പേസ് യാത്രയിൽ സുനിത വില്യംസ് വീണ്ടും സ്വന്തമാക്കിയിരിക്കുകയാണ്. സുനിത വില്യംസിന്റെ ജന്മനാടായ ഗുജറാത്തിലെ ജുലാസനിൽ വലിയ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. താൻ അമേരിക്കൻ പൗരത്വമുള്ള ആളാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് എൻ്റെ ഗുജറാത്താണെന്ന് സുനിത നിരന്തരമായി പറയുകയും സ്വന്തം ഗ്രാമത്തിലെത്തി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സ്നേഹം അനുഭവിച്ചറിയുകയും ചെയ്യാറുണ്ട്. വിജയം തൊട്ട ഈ ഭൂലോക യാത്ര ഇതാ ചരിത്രം എഴുതിയിരിക്കുന്നു. നിശ്ചയദാർഢ്യത്തിന്റെയും അതിജീവന വീര്യത്തിന്റെയും ഈ അനന്യ കഥയെ ഇനി നമുക്ക് സുനിത വില്യംസ് എന്നുകൂടി ചേർത്ത് വിളിക്കാം. ലോകം ഇതുവരെ കേട്ട ഏറ്റവും സുന്ദരമായ പ്രചോദന കഥകളിൽ ഒന്നായിരിക്കുന്നു ഇത്.